ലക്കും ദുനൂബക്കും വമൻ യതുഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനായ അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെയും ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അടിസ്ഥാനപരമായി കാണുന്ന ഒരു ഘടകമാണ് ഹിദായത്ത്, സന്മാർഗം. പരിശുദ്ധ ഖുർആൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൻ്റെ എല്ലാം അനുയായികൾ എന്നുള്ള നിലയിൽ അഥവാ അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ആത്യന്തികമായി പ്രവാചകരുടെ ഉമ്മത്തായതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം അഭിമാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പ്രകടനത്തിലല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത്. നാം ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹഭാജനത്തെ അനുധാവനം ചെയ്യുവാനുള്ള അടയാളപ്പെടുത്തലുകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മുച്ചൂടും ഉണ്ടാകേണ്ടത്. കേവലം സ്നേഹപ്രകടനമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡുകൾ ബ്ലോക്കാക്കിക്കൊണ്ടും അല്ലാതെയുമൊക്കെ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള പേരിലാണ് അവർ ഈ പേക്കൂത്തുകളെല്ലാം നടത്തിയത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ എന്ത് പഠിപ്പിച്ചുവോ അതിൽ നിന്നും നേരെ വിരുദ്ധമായ ഒരു നിലപാടിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിശ്വാസികളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചകൾ നാം കണ്ടത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാടെന്തായിരിക്കണം? ആ നിലപാട് അള്ളാഹുവിനെ അനുസരിക്കുകയാ, പ്രവാചകരെ അനുസരിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായെന്നുള്ള നിലയിൽ അതിനെയാണ് മുൻതൂക്കം നൽകേണ്ടത്. റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് റബ്ബ് തആല പറയുന്ന ഒരു ആയത്ത് സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ കാണാം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. മനസ്സിൽ ഒരു വിഷമവും ഉണ്ടാകരുത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ ഒരു കുറ്റബോധമോ മനസ്സിൽ ഒരു അപമാനമോ മനസ്സിൽ ഒരു ക്ലേശമോ ഉണ്ടാകാതെ പൂർണ്ണമായും അത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുച്ചൂടും അടയാളപ്പെടുത്തുന്നവനായിരിക്കണം വിശ്വാസി. അതല്ല കേവലം സ്നേഹപ്രകടനം, അത് റോഡുകൾ ബ്ലോക്കാക്കിക്കൊണ്ട് ശക്തിപ്രകടനം നയിക്കുക, അത് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതമാണ് എങ്കിൽ ഒരിക്കലും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കവിതാശലകത്തിൽ പറയുന്ന 2 വരി കവിത ഇപ്രകാരം നാം വായിക്കുകയാണ്. തഅസുൽ ഇലാഹു വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ മുഹാലും ഫിൽ ഖിയാസ് ബദീഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇലാഹിനെ അവൻ ധിക്കരിക്കുകയാണ്, അതേസമയം ഇലാഹിനോട് സ്നേഹമുണ്ട് എന്നവൻ പറയുകയും ചെയ്യുന്നു. ഇതെന്തൊരു ഖിയാസാണ് എന്ന് ഇമാം ഷാഫി ചോദിക്കുകയാണ്. നിന്റെ സ്നേഹം ആത്മാർത്ഥമായിട്ടുണ്ട് എങ്കിൽ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം ആത്മാർത്ഥമാകണമെങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹഭാജനത്തെ നീ പൂർണ്ണമായും അനുധാവനം ചെയ്തുകൊണ്ട് നിന്റെ സംസാരത്തിൽ, നിന്റെ ഇബാദത്തുകളിൽ, നിന്റെ കൊടുക്കൽ വാങ്ങലിൽ, നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ റബ്ബിനെയും റബ്ബിന്റെ ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മാതൃക ഉൾക്കൊള്ളുന്നവനായിരിക്കണം. അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ക്ഷേത്രമുറ്റത്ത് പോലും ഇസ്ലാമിൻ്റെ പ്രകടനം കാണിക്കുന്ന വല്ലാത്ത ഒരു ലോകത്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. നാം കണ്ടതാണ്. ക്ഷേത്രമുറ്റത്ത് പോലും ദഫ് മുട്ടിക്കൊണ്ട് നബിദിനത്തിൻ്റെ പേരിൽ എന്തൊക്കെയോ പേക്കൂത്തുകൾ നടത്തുന്ന വല്ലാത്ത ഒരു ലോകത്താണ് ഇനി നാളെ നേരെ മറിച്ച് ആ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ തൗഹീദിൻ്റെ മസ്ജിദുകളുടെ മുറ്റത്തും വന്നുകൊണ്ട് അവരുടെ ആചാരം പ്രകടമാക്കുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളേറെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ഏതായിരിക്കും സഹോദരങ്ങളെ? അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഈമാനിൻ്റെ ശാഖകൾ 70 ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉത്തമം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ മിന ത്വരീഖ്, വഴിയിൽ പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അത് ഈമാനിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളതാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഗതാഗത തടസ്സമുണ്ടാക്കുക എന്നുള്ളത് ഈമാന്റെ ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ പെട്ടതല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ പ്രവാചകർ ജനിച്ചു എന്നുള്ള തീയതി ഉറപ്പാക്കിക്കൊണ്ടാണ് ആ പ്രവാചകനെ ധിക്കരിക്കുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജയന്തികൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു ദിവസത്തെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് നബിദിന റാലി നടത്തുന്നത് ഒരിക്കലും ഖുർആനോ അല്ലാഹുവിന്റെ റസൂലോ ഇമാമിങ്ങളോ പഠിപ്പിച്ച കാര്യമല്ല. നേരെ മറിച്ച് ഇതര മതസ്ഥർ ആഘോഷിക്കുന്നത് പോലെ, മറ്റുള്ള മതക്കാരിലുള്ള ജയന്തികളെ പോലെ നമ്മുടെ മതത്തിലേക്കും അള്ളിപ്പിടിച്ച ഒരു തിന്മയാണെന്ന് നാം മനസ്സിലാക്കുക. ഇത് പ്രവാചകരുടെ ഒരു പ്രവചനം കൂടിയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ച ഒരു പ്രവചനം എത്ര കൃത്യമായിട്ടാണ് പകർന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ അധോഗതിയെക്കുറിച്ച് നാം മനസ്സിലാക്കുക. ലതത്തബിഉന്ന സനന മൻ ഖാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൽ ലത്തബഅതുമൂഹും. നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, യഹൂദികൾ ചെയ്തതുപോലെ അവർ ചെയ്തത്, ചാണിന് ചാണായും മുടത്തിന് മുഴമായും അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിച്ചുവെങ്കിൽ അതുപോലെ ഈ ഉമ്മത്തിൽപ്പെട്ടവരും ചെന്ന് കയറുക തന്നെ ചെയ്യും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൃത്യമായി നാം മനസ്സിലാക്കുകയാണ്. വിശ്വാസികളെ, ഈ സ്നേഹപ്രകടനമെന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. മരണം വരെയും ആ പ്രവാചകനെ സ്നേഹിക്കണം. ആ പ്രവാചകർ കാണിച്ചു തന്ന ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഈ ഇസ്ലാം മതത്തിന്റെ പ്രതാപവും വിജയവും ഔന്നത്യവും ഒരു വിശ്വാസിക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. മദീനയിൽ മുനാഫിഖുകൾ അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബാക്കളെയും കുറിച്ച് പറഞ്ഞ ചില ആയത്തുകൾ, ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ ആ അധ്യായത്തിൽ നാം വായിക്കുകയാണ്. 8ാമത്തെ വചനത്തിൽ കൂടി യഖൂലൂന ലഇൻ വജഅനാ ഇലൽ മദീനതി ലയഖ്റുജന്നൽ അഅസ്സു മിൻഹൽ അദൽ. നാം മദീനയിൽ ചെന്നാൽ പ്രതാപമുള്ള ഞങ്ങൾ നിന്ദരായവരെ പുറത്താക്കുക തന്നെ ചെയ്യും. മുനാഫിഖുകളുടെ വിശ്വാസം എന്താണ്? മുസ്ലിമീങ്ങൾ അധംപതിച്ചവരാണ്, നിന്ദിതരാണ്, പീഡിതരാണ്, പ്രതാപമുള്ളവരല്ല. നമ്മളാകട്ടെ മുനാഫിക്കുകളുടെ വിശ്വാസം നമ്മളാണ് ഔന്നത്യമുള്ളവർ, നമ്മളാണ് പ്രതാപമുള്ളവർ, നമ്മളാണ് ഏറ്റവും ഉയർന്നവർ. ഞങ്ങൾ മദീനയിൽ വന്നാൽ അവരെ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെയും സ്വഹാബാക്കളെയും മുനാഫിക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെടുകയാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇസ്സത്ത് എന്ന് പറയുന്നത്, പ്രതാപം എന്ന് പറയുന്നത്, ഔന്നത്യം എന്ന് പറയുന്നത് അല്ലാഹുവിനാണ്, അവന്റെ റസൂലിനാണ്, സത്യവിശ്വാസികൾക്കാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂൻ. വിശ്വാസികൾ തന്നെയാണ് എക്കാലത്തും ഔന്നത്യമുള്ളവർ. അവർ ന്യൂനപക്ഷമായാലും അങ്കുലി പരിമിതമായ അംഗസംഖ്യയുള്ളവരായാലും ഏത് കാലത്തും വിജയികളാകേണ്ടവർ വിശ്വാസികളാണ്, ഔന്നത്യമുള്ളവർ അവരാണ്. ഏത് സംഘത്തെയും
പരാജയപ്പെടുത്തുവാനുള്ള യോഗ്യത നേടിയവരാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഇൻ കുൻതും മുഅ്മിനീൻ, അവർ വിശ്വാസികളാകണം. വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്ന ആരുണ്ടോ അവർക്ക് മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് പ്രയാസം വേണ്ട, അവർക്ക് വ്യസനം വേണ്ട, അവർ നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. ലോകമെല്ലാം നമുക്ക് ചുറ്റിലും കരാളഹസ്തങ്ങളിൽ കൂടി നമ്മെ പിടിക്കുവാനായിട്ട് ഇങ്ങനെ ആക്രാന്തതയോടുകൂടി നിന്നാലും വിശ്വാസികളുടെ ഈമാനും അതിന്റെ ഔന്നത്യവും നമുക്കുണ്ടോ, നമ്മൾ തന്നെ വിജയിക്കുമെന്ന് സൂറത്ത് ആലി ഇംറാൻ 139 ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അതേ വിശ്വാസികളെ, മുസ്ലിംകൾക്ക് മാത്രമാണ് ഔന്നത്യമുള്ളത്. അള്ളാഹുവിന് പൂർണ്ണമായും സമർപ്പിക്കുക, അവന് പൂർണ്ണമായും വഴിപ്പെടുക, അവനാണ് ഇസ്സത്തുള്ളത്, അവനാണ് പ്രതാപമുള്ളത്. ഷാമിലേക്ക് യാത്ര പോകുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഷാമിലേക്ക് യാത്ര പോവുകയാണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനെയല്ല കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് അമീറുൽ മുഅ്മിനീനോട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുമ്പോഴേക്കും അമീറുൽ മുഅ്മിനീന്റെ സ്ഥൈര്യം നികർന്ന വാക്ക്, ധൈര്യം പകർന്ന വാക്ക്, ഔന്നത്യമുള്ള വാക്ക്, നഹ്നു ഖൗമൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് നമ്മെ ഏറ്റവും വലിയ ഔന്നത്യമുള്ളവരാക്കി, പ്രതാപമുള്ളവരാക്കി, ഇസ്സത്തുള്ളവരാക്കി. നാം അധമരായി ജീവിച്ചു, നാം ജാഹിലിയത്തിൽ ജീവിച്ചു. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം ഉണ്ടല്ലോ, ഈ പ്രതാപമുണ്ടല്ലോ, അത് കാരണം നാം ഏറ്റവും വലിയ ഇസ്സത്തുള്ളവരായി മാറി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട്, ഫൈൻ അബ്തഗൈനൽ ഇസ്സത ബിഗൈരിഹി, ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ തേടുകയാണെങ്കിൽ അല്ലാഹു അവനെ അപമാനപ്പെടുത്തും. അല്ലാഹുവിനാണ് ഇസ്സത്ത്, അവൻ നൽകുന്നതാണ് അടിസ്ഥാന ഇസ്സത്ത്. ഇസ്ലാം മതത്തെ വിട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും ആദർശത്തെ സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരു വിശ്വാസിക്കുണ്ടാവുകയാണെങ്കിൽ അവൻ അധമനായി മാറും, അവൻ ഏറ്റവും പിഴച്ചവനായി മാറും. അവന് പ്രതാപം ലഭിക്കുകയില്ല, അവന് ഔന്നത്യം ലഭിക്കുകയില്ല. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ആരെങ്കിലും ഇസ്സത്തിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്സത്ത് മുഴുവനും അല്ലാഹുവിനുള്ളതാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകും. അല്ലാഹു അപമാനപ്പെടുത്തിയ ഒരാൾക്ക് ആദർശം കയ്യിൽ കിട്ടി, ഈമാൻ കയ്യിൽ കിട്ടി, എല്ലാ നന്മകളും അവന് കയ്യിൽ കിട്ടി. ഹിദായത്താകുന്ന ഏറ്റവും അമൂല്യമായ, ഏറ്റവും വിലപിടിപ്പുള്ള ആ സന്മാർഗം കയ്യിൽ കിട്ടിക്കൊണ്ട് അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അതിനെ വിട്ടുകൊണ്ട്, നാടിന്റെ ഓട്ടത്തിനനുസരിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പ്രീതിക്കനുസരിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ആ ഹിദായത്തിനെ കളഞ്ഞു കുടിക്കുകയാണെങ്കിൽ റബ്ബിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ, അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കാതെ ആരായാലും അവന് നിന്ദതയുണ്ടാകും. പിന്നെ ഒരാളും അവനെ ബഹുമാനിക്കുവാനുണ്ടാവുകയില്ല. അവൻ അധമനായി മാറും. അല്ലാഹു അപമാനപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച ഒരാളെ ലോകം മുഴുവനും അവന് നിന്ദത, അവന് കൈവരിക്കുവാൻ സാധിക്കും. നേരെ മറിച്ച് റബ്ബ് തആല ഔന്നത്യം നൽകുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അവനെതിരെ നിന്നാലും ആ ഔന്നത്യത്തിൽ അല്ലാഹു തആല അവനെ വളർത്തിക്കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 18 ആയത്തിൽ കാണാം. വിശ്വാസികളെ ഇസ്സത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്, ഇസ്സത്ത് എന്ന് പറയുന്നത് ഖുർആനാണ്, പ്രതാപം എന്ന് പറയുന്നത് ആദർശമാണ്. ആ ആദർശത്തെ വിട്ടുകൊണ്ട് വേറെ ഏത് ആദർശത്തിൽ ചേർന്നാലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ആത്യന്തികമായിട്ട് പരാജയം അവന് സംഭവിക്കും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പരാജയപ്പെട്ടു പോകും. മറ്റൊരാദർശത്തെയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മതമേതായാലും മനുഷ്യൻ മതി എന്നുള്ള ഒരു തത്വമുണ്ടല്ലോ. ആരൊക്കെയോ പഠിച്ചു പറഞ്ഞ ആ തത്വം
കേൾക്കാൻ ഇമ്പമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന തത്വം സർവമത സത്യവാദത്തിലേക്ക് ഇന്ന് മുസ്ലിം നാമധാരികൾ പോലും പോയിക്കൊണ്ടിരിക്കുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയോ? ഒരിക്കലും അങ്ങനെ പാടില്ല. മനുഷ്യനേതായാലും മതം നന്നാകണം. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസിയുടെ നിലപാടായിരിക്കണം അത്. ഏത് മനുഷ്യനാകട്ടെ, അവൻ സ്വീകരിക്കുന്ന മതം നന്നാകണം. സഹോദരങ്ങളെ, ഇപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ ഉദാഹരണം നഗ്നപൂജ. വീട്ടിലെ പ്രയാസങ്ങൾ മാറുവാൻ, ശരീരത്തിൽ കൂടിയ ബാധ മാറ്റുവാൻ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ധനലാഭത്തിന്റെയും അഭിവൃദ്ധിയുടെയും യശസ്സിനെയും വേണ്ടി, ഒരു ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടി ഭർത്താവും കൂട്ടുകാരനും ചേർന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ് നഗ്ന പൂജ. വസ്ത്രമില്ലാതെ ആ സ്ത്രീയെ ഇരുത്തിക്കൊണ്ട് പൂജ നടത്തണം. അങ്ങനെ ഒരു ആദർശം ചില മതങ്ങളിൽ കാണാം. ശവകുടീരാരാധന ചില മതങ്ങളുടെ പ്രത്യേകതയാണ്. യോനി പൂജ അതൊരു മതത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശവത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഓരോ അവയവങ്ങളെയും പിച്ചു ചീന്തി ഭക്ഷിക്കുക എന്നുള്ളതും ഒരു മതത്തിന്റെ തത്വമാണ്. എങ്ങനെയാ നന്നാവാൻ സാധിക്കുക? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന തത്വം എങ്ങനെയാണ് ഉത്കൃഷ്ടമാവുക? അതുകൊണ്ടാണ് നാം പറയുന്നത് മനുഷ്യനേതായാലും മതം നന്നാകണം. ഏത് മതമായിരിക്കണം? അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ മതമായിരിക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അവന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ആ റബ്ബിന് മാത്രം സമർപ്പിക്കുന്ന മതമായിരിക്കണം. അവന് മാത്രം തലകുനിക്കുന്ന മതമായിരിക്കണം. മറ്റുള്ളവരുടെ ആരായാലും അവരുടെ മുന്നിൽ തലകുനിക്കാത്ത ഒരു മതമായിരിക്കണം. ആരാണോ ഈ ലോകത്തെ പടച്ചത്, ആരാണോ ഈ ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന ആ ഏകനുണ്ടല്ലോ, ആ ഏകന് മുന്നിലായിരിക്കണം അവൻ തലകുനിക്കേണ്ടത്. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതായിരിക്കണം ഒരു നിലപാട്. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ മുൻപിലുള്ളവരെ സൃഷ്ടിച്ചവൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരോ അവന് മുന്നിൽ മാത്രം തലകുനിക്കണം. അതായിരിക്കണം യഥാർത്ഥ മതം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഔന്നത്യം നമുക്ക് വേണമോ? മുൻഗാമികൾക്ക് റബ്ബ് തആല കൊടുത്ത ആധിപത്യം നമുക്ക് വേണമോ? റബ്ബ് തആല നമ്മോട് പഠിപ്പിക്കുന്ന ചില ആയത്തുകൾ, ആ ആയത്തുകളിൽ പറയുന്ന ചില നിബന്ധനകൾ, അത് ഒത്തുവന്നാൽ മാത്രമേ മുൻഗാമികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ പ്രതാപവും ഐശ്വര്യവും ആ ഔന്നത്യവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ വഅദയാണ് സഹോദരങ്ങളെ, അതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. അള്ളാഹുവിന്റെ വഅദയാണ്. ആർക്കുള്ള വഅദയാണ്? സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക്, സൽപ്രവർത്തനം ചെയ്യുന്നവർക്കുള്ള വഅദയാണ്. എന്താണ് അവർക്കുള്ള വഅദ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവർക്ക് മുമ്പുള്ളവർക്ക് നാം പ്രാതിനിധ്യം നൽകിയതുപോലെ ഭൂമിയിൽ നാം അവർക്കും പ്രാതിനിധ്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതദാലഹും. അല്ലാഹു തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ മതത്തിൽ സ്വാധീനം നൽകുന്നതാണ്. വലയുബദ്ദിലന്നഹും മിൻ ബൗദി ഖൗഫിഹിം ആമിനാ. നിർഭയത്വത്തിന് ശേഷം, ഭയപ്പാടിന് ശേഷം അവർക്ക് ഭയമില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. അവർക്ക് നിർഭയത്വം അല്ലാഹു നൽകും. അവർക്ക് ഭയമുണ്ടാവുകയില്ല. ഏത് ശക്തികൾ വേട്ടയാടിയാലും, ലോകം മുച്ചൂടും അവർക്കെതിരെ തിരിഞ്ഞാലും, അല്ലാഹു മുൻകഴിഞ്ഞു പോയവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ അവർക്ക് റബ്ബ് തആല നൽകിയ സഹായം നിങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ റബ്ബ് തആല പറയുന്ന നിബന്ധനകളിൽ രണ്ടിൽ ഒന്ന്, യഅ്ബുദൂനനി, അവർ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഇബാദത്തിൽ വരുന്ന എല്ലാ ഘടകങ്ങളും, പ്രാർത്ഥനയും നേർച്ചകളും ആരാധനകളും എല്ലാം റബ്ബിന് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. ലാ യുശ്രികൂന ബി ശൈആ, ഒന്നിനെയും അവൻ പങ്കു ചേർക്കുകയില്ല. ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിൽ മാത്രം, അവനിൽ മാത്രം സമർപ്പിക്കുന്ന ഒരു ജീവിതം ഏത് സമൂഹത്തിനുണ്ടോ അവർക്ക് മുൻഗാമികൾക്ക് റബ്ബ് തആല ചെയ്ത ആ വാഗ്ദാനമുണ്ടല്ലോ,
ആ പ്രാതിനിധ്യമുണ്ടല്ലോ, ആ കൊച്ചു കൊച്ചു സംഘങ്ങൾക്ക് പോലും റബ്ബ് തആല നൽകിയ സഹായം നിങ്ങൾക്കും ഭൂമിയിൽ റബ്ബ് തആല നൽകും. എത്ര ഭയമുണ്ടായാലും നിർഭയത്വം നിങ്ങൾക്ക് അല്ലാഹു നൽകും, നിങ്ങൾക്ക് അമ്ന് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂർ 55, 56 ആയത്തുകളിൽ കാണാം. ആ വിശ്വാസികളുടെ വ്യതിരിക്തത, നമസ്കാരം നിലനിർത്തും, സകാത്ത് നിരന്തരമായി കൊടുത്തിട്ടും, അല്ലാഹുവിന്റെ റസൂലിനെ അവർ പിൻപറ്റും, ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അവർക്ക് റഹ്മത്ത് ചെയ്തേക്കാം, റബ്ബിന്റെ കാരുണ്യം അവർക്ക് ലഭിച്ചേക്കാം. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട ദീനാണ് വിശ്വാസികളെ. ആ ദീനിൽ അടിയുറച്ച് നിൽക്കുമ്പോഴുള്ള ഔന്നത്യമാണ് വിശ്വാസികൾക്കുള്ളത്. ആ ദീനിൽ അടിയുറച്ച് നിൽക്കുമ്പോഴുള്ള പ്രതാപമാണ്, ഇസ്സത്താണ് വിശ്വാസികളെ നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന ദീൻ, ആ ദീനിനെ നാം തൃപ്തിപ്പെടണം. റളിയതു ബില്ലാഹി റബ്ബാ, ആ റബ്ബിനെ തൃപ്തിപ്പെടണം അള്ളാഹുവായി. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാം മതത്തെ ദീനായും തൃപ്തിപ്പെടണം. വബി മുഹമ്മദിൻ നബിയ്യാ, അള്ളാഹുവിന്റെ പ്രവാചകനെ നബിയായും നാം തൃപ്തിപ്പെട്ടാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം ഉറപ്പാണ്. അള്ളാഹു നമുക്ക് നൽകിയ ദീൻ തൃപ്തിയോടെയാണ് അവൻ നമുക്ക് നൽകിയത്. ആ തൃപ്തിയോടുകൂടി വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ മുച്ചൂടും മേഖലകളിൽ നാം അടയാളപ്പെടുത്തണം. വിശ്വാസികളുടെ നിലപാട് അതായിരിക്കണം. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, അൻയഖൂലു, വിശ്വാസികളുടെ നിലപാട് സമിഅനാ വഅതഅനാ, ഒരു മനക്കുത്തും അവിടെ ഉണ്ടാകുവാൻ പാടില്ല, ഒരു ക്ലേശവും അവിടെ ഉണ്ടാകുവാൻ പാടില്ല, ഒരു സംശയവും അവിടെ ഉടലെടുക്കുവാൻ പാടില്ല. പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന് മുമ്പിൽ തലകുനിച്ചു കൊടുക്കുക, അള്ളാന്റെ റസൂലിന് മുമ്പിൽ തലകുനിച്ചു കൊടുക്കുക. ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികളെന്ന് സൂറത്തു നൂർ 51, 52 ആയത്തുകളിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫൗലൈക ഹുമുൽ ഫായിസൂൻ. ആര് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിച്ചുകൊണ്ട് അവനിൽ തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർ ആര്? അവർ വിജയികളാണ് എന്ന് അതേ അധ്യായത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, പലപ്പോഴും ഈ ഔന്നത്യം പ്രതീക്ഷിക്കുന്ന വിശ്വാസിനികൾ, ജീവിതത്തിൽ ഇസ്ലാമാണ് ഉത്തമം ആദർശമെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ പലപ്പോഴും പ്രലോഭനത്തിൽ വീഴാറുണ്ട്, പലപ്പോഴും ഭീഷണിയിൽ വീഴാറുണ്ട്. നാട്ടിന്റെ മാമൂലികൾക്കനുസരിച്ചുകൊണ്ട് നാടിന്റെ ഒഴുക്കിനൊത്ത് ജീവിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. വിശ്വാസികളെ, ആ വിശ്വാസത്തിൽ എന്താണ് മേന്മ? പുഴുക്കുത്തുകൾ നിറഞ്ഞ വിശ്വാസമാണതിൽ. അള്ളാഹുവിന്റെ ഔന്നത്യമാണോ നാം പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രലോഭനമായിരുന്നു. കുടുംബത്തിൽ ഒരാളെ പോലും കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമല്ലയോ? ഏറ്റവും സ്നേഹിച്ചിരുന്ന മൂത്താപ്പയടക്കം എല്ലാവരും പ്രവാചകനെതിരായിരുന്നു. ശക്തമായിട്ടുള്ള കൂരമ്പുകൾ കണക്കെയുള്ള രൂക്ഷമായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് എന്തുമാത്രം പ്രലോഭനങ്ങളാണ് ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ആദർശത്തിൽ നിന്നും പിന്നോക്കം വലിക്കുവാൻ, അതിൽ നിന്നും മാറുവാനായിട്ട് എന്തെല്ലാം പ്രലോഭനം നടത്തിയിട്ടും എന്തെല്ലാം വിലവേശലും സമ്മർദ്ദവും നടത്തിയിട്ടും അവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിലപാടാണ് വിശ്വാസികളെ. അതാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. മാ അന ബിഅഖ്ദറ അലാ അൻ അദഅലകും ദാലിക് അലാ അൻ തുശഅലൂ ലി മിൻഹാ ശുഅലതൻ യഅനി അശ്ശംസ്. പ്രലോഭനത്തിൽ വീഴാത്ത പ്രവാചകർ, വിലവേശലിലും സമ്മർദ്ദത്തിലും വീഴാത്ത പ്രവാചകൻ. ഖുറൈശികളെ, സൂര്യനിൽ നിന്നും ഒരു ജ്വാല കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലല്ലോ. സർവശക്തൻ എന്നിൽ ഏൽപ്പിച്ച ഈ ദൗത്യത്തിൽ നിന്നും ഞാൻ ഒരു കടുകുമണി പോലും ഞാൻ പിന്നാക്കം പോവുകയില്ല. ഖുറൈശികളെ, ചരിത്രത്തിൽ കാണാം, സൂര്യനെയും ചന്ദ്രനെയും എന്റെ വലത് ഇടത് കയ്യിൽ വെച്ചാൽ പോലും ഞാൻ ഈ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ നിന്നും
ഞാൻ ഒരിഞ്ച് പിന്നാക്കം പോകുവാൻ സാധിക്കുകയില്ല, നിങ്ങളെ കൊണ്ട് സാധ്യമാവുകയില്ല എന്നുള്ള അതാണ് ധീരമായ നിലപാട്. ആ ഉമ്മത്തിൽപ്പെട്ടവരാണ് വിശ്വാസികളെ. ആ ഉമ്മത്തിന്റെ അനുയായികളെന്ന് അഭിമാനം കൊള്ളുന്നവരാണ്. കണ്ടുവല്ലോ, ഇസ്ലാമിന്റെ ഏത് നിയമമാണ് ആർക്ക് ചോദ്യം ചെയ്യുവാൻ സാധിക്കുക? സ്ത്രീക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മതമാണെന്ന് പലരും പറയുകയാണെങ്കിലും അവാസ്തവമല്ലയോ സഹോദരങ്ങളെ? സ്ത്രീകളെ അടുക്കളയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മതമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കളിയാക്കുന്നവർ ഇന്നെവിടെ പോയി? ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ കൂടി. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. എന്ത് പറ്റി? അഭ്രപാളികളിൽ ഹീറോകളായി വിലസുന്നവർ, അവർക്ക് മറ്റൊരു മുഖമുണ്ട്. ദ്വിമുഖനായിട്ടുള്ള എത്ര അഭ്രപാളികളിലെ ഹീറോകളെയാണ് പത്രങ്ങൾ പിച്ച് ചീന്തി പുറത്തേക്ക് എറിഞ്ഞത്. തോർത്തിട്ടുകൊണ്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങുവാൻ പോലും സാധ്യമാകാത്തത്ര, പത്രക്കാരുടെ മുന്നിൽ ധൈര്യത്തോടുകൂടി നിന്നുകൊണ്ട് നിലപാട് പോലും പറയുവാൻ സാധിക്കാത്തത്ര രീതിയിൽ നാണം കെട്ട് മാളത്തിലേക്ക് ഒളിക്കേണ്ടി വന്ന ഒരവസ്ഥ ഇന്നലകളിലേതാണ്, ഇന്നിൻ്റെതാണ്. അവിടെയാണ് സ്ത്രീകൾക്ക് ഖുർആൻ നൽകുന്ന സ്വാതന്ത്ര്യം. അവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ മേന്മയും മഹിമയും ഗരിമയും കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം ഏത് മേഖലകളിലാണ് പിന്തിരിപ്പനായത്? 6-ാം നൂറ്റാണ്ടിൽ വന്ന മതം പിന്തിരിപ്പനാണെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാർ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കട്ടെ. സത്യവിശ്വാസികളോട് ഖുർആൻ പറയുന്ന ആ ഒരു ഗാംഭീര്യം നിറഞ്ഞ വചനാമൃതമുണ്ടല്ലോ. സൂറത്തുൻ നൂറിലെ 30-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ പറയുക, സത്യവിശ്വാസികളോട് പറയുക, ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, കണ്ണുകൾ താഴ്ത്തുവാൻ പറയുക പ്രവാചക. സത്യവിശ്വാസികളോട് പറയുക, ജനനേന്ദ്രിയങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ പറയുക. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ വഹറ മിൻഹാ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടരുത് എന്നുള്ള കൽപ്പന പ്രവാചക അവരോട് പറയുക. എത്ര ഔന്നത്യമാണ് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം! 6-ാം നൂറ്റാണ്ട് വരെയും സ്ത്രീകൾക്കുള്ള അനന്തരാവകാശ സ്വത്തിന് പോലും അർഹതയില്ലാത്ത സ്ത്രീകളെ ഇസ്ലാം ദീൻ കൈപിടിച്ചുയർത്തി അവർക്കും അനന്തര സ്വത്തിന്റെ അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മേന്മയെ, അതിന്റെ മഹിതമായ ആദർശത്തെ മുൻവിധികളില്ലാതെ മുൻവിധികളോടുകൂടി പഠിക്കുന്നവർ മാത്രമാണ് കൊച്ചാക്കുന്നത്. ഇസ്ലാമിനെ തകർക്കണം, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യണം. നോക്കൂ, അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഒരുപാട് എമ്മുമാരെ നാം കാണാറുണ്ട്, എക്സ് മുസ്ലിംസുകളെ, ഒരുപാട് മാഷന്മാരെ നാം കാണാറുണ്ട്. എന്താ അവർ ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്താൽ പോലും ഇസ്ലാമിന്റെ ഗരിമയെ തളർത്തുവാനോ അതിനെ തടയുവാനോ അവർക്ക് സാധ്യമാകുന്നുണ്ടോ? നാൾക്കുനാൾ വളർന്നുകൊണ്ടുവരുന്ന ഓരോ സംവാദങ്ങൾ, നാൾക്കുനാൾ ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഇവർ എത്ര തന്നെ ഒളിപ്പിച്ചു വച്ചാലും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടുക്കുന്നും ആദ്യ ഭാഗത്ത് നിന്നും അവസാന ഭാഗത്ത് നിന്നും കട്ടുകൊണ്ട് സ്വാർത്ഥ താല്പര്യം ജൂതന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ എമ്മുമാർ. അവരോടൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്, ഈ ഇസ്ലാം ദീനിനെ നിങ്ങൾ എത്ര തന്നെ ഒളിപ്പിച്ചു വച്ചാലും, അതിൻ്റെ യശസ്സിനെ നിങ്ങൾ മൂടി വച്ചാലും, അല്ലാഹു തആല അതിൻ്റെ പ്രതാപത്തെ ഉയർത്തുക തന്നെ ചെയ്യും. അവിശ്വാസികൾ എത്ര പ്രയാസപ്പെട്ടാലും ശരി തന്നെ അല്ലാഹുവിൻ്റെ ദീനിനെ അവൻ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വഅദയാണ് സഹോദരങ്ങളെ. ചിലരൊക്കെ ഇസ്ലാം മതത്തിലേക്ക് വിട്ടുപോയിക്കൊണ്ട് മറ്റു മതത്തിലേക്ക് ചേക്കേറിയവരുടെ ഒരു ദുരവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഇസ്ലാം മതത്തിൽ ഒരു ഉന്നതമായ അറബിക് കോളേജിൽ നിന്ന് ദാരിമി പട്ടം എടുത്തുകൊണ്ട് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറിയ ആ മനുഷ്യന്റെ ഇന്നത്തെ ഒരു ദയനീയത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാരിയോ ജോസഫ്, ഇന്ന് അച്ഛന്മാർ പറയുന്നു മാറിയോ ജോസഫ് എന്നാണ്. ഇവൻ ഒരു ഏജന്റാണ്. അവസാനം പത്രക്കാരുടെ മുന്നിൽ പതറിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മതത്തിൽ നിന്നും വന്നത് യാഥാർത്ഥ്യമാണ്, ഞാൻ ക്രൈസ്തവ മതം സ്വീകരിച്ചത് നിങ്ങൾ വിശ്വസിക്കൂ, എന്നെ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട്
പ്രിയതമയോടൊപ്പം പത്രക്കാരുടെ മുന്നിൽ നിന്നും വിതുമ്പുന്ന രംഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിശ്വാസം എന്താണ്? കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. കുട്ടികൾ ഉണ്ടാകുന്നത് പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ പെൺകുട്ടി ഇന്നെവിടെ എത്തി നിൽക്കുന്നു? ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ജിഹാദി ഏജന്റാണോ, ഇത് ഇസ്ലാം മതത്തിൽ നിന്നും വന്ന ഒരു ഏജന്റാണോ ഈ ജസ്ന സലീം എന്ന് പോലും അപമാനപ്പെടുത്തിക്കൊണ്ട്. അതാണ് അള്ളാഹുവിന്റെ കലാമിൽ പറഞ്ഞത്. അള്ളാഹു ഒരാളെ അപമാനപ്പെടുത്തുവാൻ തീരുമാനിച്ചാൽ പിന്നെ ലോകം മുഴുവനും അവനെ നിന്ദ്യനാക്കാതിരിക്കുവാൻ പരിശ്രമിച്ചാലും അവൻ നിന്ദ്യനാവുക തന്നെ ചെയ്യും എന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കെ പറയുക നാം, വഖാല മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ്. എവിടെയും പറയുക, അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ സർവ്വതും എൻ്റെ റബ്ബിന് സമർപ്പിച്ചവനാണ്. അവന് മുൻപിലല്ലാതെ ഞാൻ ഒരു ശക്തിയുടെ മുന്നിലും തലകുലിക്കുകയില്ല. ഒരു ജാറത്തിന്റെ മുന്നിലും ഒരു നേതാവിന്റെ മുന്നിലും ഒരു ഖബറിന്റെ മുന്നിലും ഒരു ശക്തിയുടെ മുന്നിലും ഞാൻ തലകുലിക്കുകയില്ല. എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥന, അവന് മാത്രം നേർച്ചകൾ, അവന് മാത്രം വഴിപാടുകൾ. അവനല്ലാത്തവരിലേക്ക് എൻ്റെ പ്രാർത്ഥന ഞാൻ തിരിച്ചുവിടുകയില്ല. അവനിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുകയുള്ളൂ എന്നുള്ള ആ ധീരമായ നിലപാട് വിശ്വാസികളെ എപ്പോഴും എല്ലായ്പ്പോഴും ജീവിതാന്ത്യം വരെയും നാം കൊണ്ടു നടക്കുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. പ്രതാപം അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്, സത്യവിശ്വാസികൾക്കാണ്. ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി, ഈ ഒരു ആത്മാഭിമാനത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം.